ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. മെൻഷൻ ചെയ്യണം കേട്ടോ സ്റ്റോറിയിലൊക്കെ. ഹായ് ഗായ്സ്, എന്നെ ഫോളോ ചെയ്യോടാ. ഹലോ ഗൈസ്, നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം മ്യൂസിയമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമ്മൾ വേറെ റൂട്ടായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് കുഞ്ഞും വൈഫും ഉണ്ട്. അപ്പോൾ പിന്നെ കുഞ്ഞിനെ കാണിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ വന്ന് മ്യൂസിയത്തിലോട്ട്. പൊന്നെ അങ്ങോട്ട് നോക്കിയാ. ഹായ് ഹായ്, ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ പൊന്നെ. ഹായ് ഹായ്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ മ്യൂസിയം ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ആണ്. നമ്മൾ തിരുവനന്തപുരം എത്താറായി, മ്യൂസിയം ആവാറായി. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ. ഓക്കെ, ഇതെന്ത് സംഭവം? അക്വേറിയം. ഇവിടെ മീൻ സെറ്റപ്പൊക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് ആദ്യം പോയി ടിക്കറ്റ് എടുക്കാം. ഞങ്ങൾ മ്യൂസിയത്തിനകത്തോട്ട് കയറിയോ? ടിക്കറ്റ് എടുത്തില്ല. ടിക്കറ്റ് എടുത്തിട്ട് വാങ്ങും. ഓ, അത് മൊത്തത്തിലുള്ള അക്വേറിയത്തിൻ്റെ ഇടയിൽ ഇത് അക്വേറിയം ടിക്കറ്റ് കൗണ്ടർ എന്ന് എഴുതിക്കുന്നുണ്ടല്ലേ അവിടെ. അതിനകത്ത് ആ ടിക്കറ്റ് ഒട്ടിച്ചേക്കുന്നുണ്ടോ? അതിനകത്ത് എഴുതിയേക്കുന്നുണ്ടോ അക്വേറിയം ടിക്കറ്റ് കൗണ്ടർ എന്നാ? ഓക്കെ, നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുക്കാം. ഇതാണ് നമ്മുടെ കാട്ടി. ഈ ഒരു സാധനത്തിനെ കാണാൻ വേണ്ടിയാണ് നമ്മൾ അച്ചൻകോവിൽ പോയത്. പക്ഷെ പോയിട്ട് കാണാൻ പറ്റില്ല. അവസാനം മ്യൂസിയത്തിൽ ഒന്ന് കാണേണ്ടി വന്നു. സൈസ് കണ്ടോ, രക്ഷയില്ല. വാ, നമ്മളിപ്പോൾ കണ്ട സാധനത്തിന് പൊതുവെ കാട്ടുപോത്ത് എന്നുള്ളൊരു പേരാണ് എല്ലാവരും പറയാറ്. പക്ഷേ അത് ആക്ച്വലി അത് കാട്ടിയാണ്. കാട്ടുപോത്ത് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഇല്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഒരിടത്താണ് ഈ കാട്ടുപോത്ത് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. ഓക്കെ, ഇവിടെ 3 കുരങ്ങന്മാർ നിൽക്കുന്നുണ്ട്. പൊന്നാച്ചി, ആരാടിയത്? ആരാ അത്? ഇതാരാ കള്ളിപ്പെണ്ണെ? പൊന്ന ഒരു മോട്. ഈ പൊന്ന ആരെ? കൊങ്ങച്ചനാണോ? കൊങ്ങച്ചനാണോ പൊന്ന? ദാ അവൻ വീഡിയോ ക്യാമറ കിടന്ന് പിടിക്കുക. സൂപ്പർ റോസ്റ്റ് വന്നാൽ കണ്ടില്ല. പൊന്ന ആരാ അതിനകത്തിരിക്കും? ഇവിടെ ഈ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. ബംഗാൾ കുരങ്ങ് എന്ന് പറഞ്ഞാൽ ഈ സ്പോട്ടിലുണ്ട്. അവരവരെ അതുകൊണ്ടിരിക്കുന്നു. ഇരിക്കുന്നു കണ്ടോ പൊന്നെ? പൊങ്ങച്ചിരിക്കുന്ന കണ്ടോടി. ഇതാണ്ടേ ഇതാണ് ബംഗാൾ കുരങ്ങ്. ഓക്കെ, ഒരാളിരിക്കുന്നു. ഒരാളിനി ഇവിടെ ഉണ്ട്. പോറ്റി ഇരിക്കുന്ന ഒരാള്.
പാറ്റ് പാറ്റ് ഏതാ? ആ കുന്തിരിക്കം. ഇതിന്റെ തൊലി എടുത്തിട്ടല്ലേ കുന്തിരിക്കം ഉണ്ടാക്കുന്നത്. എന്താ പറയാ? ഒട്ടകപക്ഷി. ഒട്ടകപക്ഷി അല്ലേ? ഒട്ടകപക്ഷിയാണോ ഇത്? അതോ മറ്റേ സംഭവമാണോ? വേറൊരു സാധനം ഉണ്ടല്ലോ ഇതുപോലെ ഇരിക്കുന്ന കാട്ടുകോഴി. അത് കാട്ടുകോഴി വേറെ. എന്ത് സംഭവം ഇത്? ഒട്ടകപക്ഷിയാണോ? അല്ലല്ലോ. അല്ല, കൊക്കല്ല പൊന്നെ അത്. കൊക്കല്ലത്. കാട്ടുകോഴി ഇതിനകത്തുണ്ടോ? വാ 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 വാ. പെരുമരം മട്ടി. പെരുമരം. സത്യം പറഞ്ഞാൽ കാട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇപ്പോഴാണ്. സത്യം. കാട്ടി ഒരെണ്ണത്തിനെ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ മറ്റേ അച്ചൻകോവിൽ പോയിട്ട് കാട്ടിയെ കാണാൻ അന്നും വളർത്തുന്ന പോത്തിനെ കണ്ട് രണ്ടു തന്നു. അല്ലാതെ ഒന്നും കാണാൻ പറ്റിയില്ല. അയച്ച് നമ്മളങ്ങനെ ഇവിടെ വന്ന് കാട്ടിയെ കണ്ടു. കാട്ടിയെ കണ്ടു. മെയിനായിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു റൂട്ടായിരുന്നു പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നാ പിന്നെ വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ചൂടായിരുന്നു കേട്ടോ. ഇന്നലെയും ചൂടായിരുന്നു. ഇന്ന് പിന്നെ നമ്മൾ 2 വീലറിനകത്തായോണ്ടേ ഭയങ്കര ഹെവി ചൂടായിപ്പോയി. വെയിൽ മൊത്തമുണ്ട്. കുഞ്ഞിനെ ഞങ്ങൾ എന്നെ വിളിക്കുന്നുണ്ടോ? അപ്പം വരുവാ. ആ പപ്പ യൂ മോന് പിടിക്കാൻ പറ്റത്തില്ല. നീ മൊബൈൽ തറയിൽ കളയും. ഇയാള് വന്നിട്ട് ക്യാമറ എടുത്ത് താ 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 താ. ഗൈസ് ദിസ് വേ. ഇതോ അതിലേ പോണ്ടേ. ദിസ് വേ. ഇതിലേ പോയാൽ നമുക്ക് തത്തമ്മയും സംഭവങ്ങളൊക്കെ കാണാം. അതിലേ പോയാൽ അവിടെ ഉള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സീകള്, കൈറ്റ്, അത് പ്ലേസ്, ഡ്രിങ്കിങ് വാട്ടർ കുടിവെള്ളം അവിടെ കിട്ടും കേട്ടോ. ടോയ്ലറ്റ്. ഇതിലതിലേം പോയിക്കൂടെ? ഇതിലതിലേം പോകാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, രണ്ടിടത്തു കൂടിയും പോകാൻ പറ്റും. ഏതാ? ഏത് പാമ്പ്? വലിയ പാമ്പൊക്കെ ഇവിടെ ഉണ്ട്. ഇതെന്താ സംഭവം? ഇവനെ കൊണ്ട് പോയാലുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് ഗൈസ്. പിടിക്കാൻ ഇവനെ നോക്കാൻ 2 പേര് വേണ്ടി വരും. ഇതൊക്കെ ഹനുമാൻ കുരങ്ങെന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്കറിയത്തില്ല. നമ്മൾ ഹനുമാൻ കുരങ്ങിനെ കണ്ടിട്ടില്ല. CCTV. ഓ ഇവിടെ ബേളം വെക്കരുതെന്ന്. എന്തോ പൊന്നാ? ആ മങ്കി. എന്തിയ മങ്കി? ആ എൻ്റെ പോ അമ്മയുടെ കൂടെ പോ. പപ്പ പറയാതെ വരാം. പക്ഷികളെ കാണാൻ പോണം. പക്ഷികൾ. കൊക്ക്. പോ ദോണ്ട കൊക്ക് ഉണ്ട്. അവിടെ കൊക്കുണ്ട്. അങ്ങ് പോ. ഒറിജിനൽ കൊക്കിനെ കാണാം. വാ ഇങ്ങോട്ട് പോ.
പോ പോ പോ. തത്ത കാണിച്ചു തരാം. അമ്മയോട് ഇറങ്ങി തത്ത കാണിച്ചു. അപ്പം ഇവിടെ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മീനുണ്ട്. അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും കാണപ്പെടുന്ന മൂങ്ങ കേട്ടോ. ഭാരം 430, 620 ഗ്രാം. ചിറകളവ് 107, 110 സെൻറ്റിമീറ്റർ. മുട്ട വിരിയ എടുക്കുന്ന സമയം 29-37 ദിവസം. അതുകൊണ്ടിരിക്കുന്നു. ഓ ഇത് വെള്ളിമൂങ്ങയല്ലേ? അതിൽ അപ്പുറത്തൂടെ ഒന്ന് നല്ലപോലെ കാണാൻ തോന്നുന്നു ഇല്ലേ? ആര് പറഞ്ഞു? ഇപ്പുറത്ത് വന്ന് നല്ലപോലെ കാണാം. അക്കു ഇങ്ങോ. വെള്ളിമൂവയെ കാണാൻ വേണ്ടി നമ്മൾ ഒരു റൗണ്ട് കറങ്ങി. ദിസ് ഈസ് വെള്ളിമൂങ്ങ. അപ്പോൾ ഇതാണ് വെള്ളിമൂങ്ങ. അല്ലല്ല, ഇങ്ങനെ കയറി അവിടെ വരാം നമുക്ക്. അതുപോലെ അമ്മയ്ക്കറിയപ്പോൾ അവിടെ താഴോട്ട് പോകും. കയറിച്ചിരിക്കുവാണോ? കുഴഞ്ഞിരിക്കുവാണോ പൊന്നെ? പോട്ടെ പോട്ടെ വാ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ബ്ലോഗർ ആദം, ഗാബി. ഇതാണ് ഞങ്ങളുടെ ഗാബി. പറയലിടല്ലേ? മെൻഷൻ ചെയ്യണം കേട്ടോ സ്റ്റോറിയിലൊക്കെ. ഹായ് ഗായ്സ്. എന്നെ ഫോളോ ചെയ്യോടാ. ഞാൻ പക്ഷികളെടുക്കാൻ വന്നതാ. തറയിലിടുകൂടെ ഇത്? മുറുകെ പിടിച്ചോ, വിടില്ലേ? അവിടെ കയ്യാ നിൽക്കുന്നില്ല. എന്താ അത് വരാവോ? ഇവിടെയൊക്കെ നേരത്തെ എന്തൊക്കെ പക്ഷികളൊക്കെ ഉള്ളതായിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാം ക്ലോസ് ആക്കി കുറേ ചെടികളും മരങ്ങളും ഒക്കെ. ഇവിടെ ഒന്നുമില്ലേ? എല്ലാവരും ഓടി രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. മരങ്ങൾ കുറച്ചുണ്ടല്ലോ പല സ്ഥലവും. നേരത്തെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉള്ളതായിരുന്നു, പക്ഷെ ഇപ്പം ഒന്നും ഇല്ലേ? അതിനകത്തൊക്കെ മൊത്തം മറ്റേ കിളികളും സെറ്റപ്പൊക്കെ ഉള്ളതായിരുന്നു. അതിനകത്ത് വേറെ വെറൈറ്റി കൊക്കും ഒക്കെ ഉള്ളതായിരുന്നു അതിനകത്ത്, പക്ഷെ ഇപ്പം അതിനകത്തൊന്നുമില്ല. ഇനി ആ മുക്കി ചെന്നിട്ട് അവിടെ റോഡുണ്ട്, അതിലേ പോയിട്ട് പിന്നെ അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചെങ്കിലും വരുന്നവരുടെയൊക്കെ ഞാൻ പറയുകയും ചെയ്യും.
അതിലെ അങ്ങ് ഇറങ്ങിയെങ്കിൽ എല്ലാം കണ്ട് ആ മുക്കിലൊന്ന് കയറും, കരടിയിലെടുത്ത് വന്ന് കയറും. പിന്നെ വേണമെങ്കിൽ ഈ കൂട്ടിൻ്റെ അത് വരെ വരാം. ഇപ്പം അവിടെ പോയിട്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് കയറേണ്ടി വരും. അതിന് പോയിട്ട് തിരിച്ച് ആ റോഡ് താഴോട്ട് കൊണ്ടുപോയി ആ നിങ്ങൾ വന്ന വഴിയാണിത്. ഇനി ഇത് പോണത് പുറത്ത് പോണ വഴിയാണ്. ബാ, നല്ല കാര്യം ഞാൻ പറഞ്ഞു തന്നു, അതിലേ പോവാന്ന്. എന്ത് മാനാണത്, എന്ത് മാനാണെന്നറിയില്ല. ആ നല്ല കൊമ്പൊക്കെ ഉള്ള. അയ്യോ ഇത് നോക്ക്, മേളിലോട്ട് നോക്ക്, വവ്വാല് കൂട്ടങ്ങള്. അമ്പയോ? അന്നച്ഛൻ വവ്വാലിനെ നോക്കുന്നുണ്ടോ? ഇതിൽ അവിടെ ഒരു മാനുണ്ടായിരുന്നു ഗൈസ്, അത് എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. വേറെ ഉണ്ടോ? ആ ഒരു മാനൊക്കെ ഉണ്ട്, ഒരു ബ്ലാക്ക് പോലത്തെ ഒരു കളറില്ലയോ? ആ ഇതും കൊള്ളാം ഗൈസ്, മാൻ കൊള്ളാം, നല്ല വൃത്തിയുള്ള മാൻ. 3 പേരുണ്ടൊക്കെ. ഏറ്റവും ബാക്കിലൊരു കുഞ്ഞു വരുന്നുണ്ടോ? ആ മാൻ ഇവിടെ ഇത് മാത്രമല്ല കേട്ടോ, ഇവർ വെള്ളം കുടിക്കാൻ വരുന്നതാണ്. അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് മാൻ. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെയുള്ളതെന്നൊക്കെ നോക്കാം. പക്ഷെ മുമ്പ് ഇതേ ഇരിക്കുന്നു, ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞൂടെ. അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് കേട്ടോ, വെയിലടിക്കുന്നുണ്ട്. ആമസോൺ തത്തേ അത് കാണാൻ ക്ലിയർ ആവുന്നില്ല. പക്ഷേ സൂം ചെയ്യുമ്പോഴേ ഇതെന്ത് സാധനം? ഇതാണ് ഐറ്റം. ഇവിടെ എന്തോടെ? പ്യൂർ ഗ്രേ കളർ അല്ലേ? കൊള്ളാം. ആ नहीं दिखा क्या तेरे ഇതെന്ത് സംഭവം? ആ ആമ. ഇവിടെ ആയിരുന്നു മറ്റേ കരടി ഉള്ളത്. ആ ഞാൻ നേരത്തെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി ഇവിടെ അപ്പുറത്തെ മേളിലൊക്കെ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയിക്കോ, ഒരു പക്ഷേ കാണാം. മേളിലാണെങ്കിൽ ചിലപ്പം താഴോട്ട് വരത്തില്ല, വെയിലായതുകൊണ്ട് ചിലപ്പം സാധനമൊന്നുമില്ല ഇവിടെ. അക്കു 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 കരടി 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 ദേ എന്തോ
ദിസ് ഈസ് പിന്നെ അതുകൊണ്ട് നിന്റെ മാശക്കകത്ത് 2 കരടിയില്ലേ? വാവ്. ആ പക്ഷെ ഞങ്ങൾ അന്ന് വന്നപ്പോഴേ ഇവിടെ 2-3 കരടി ഉണ്ടായിരുന്നേ. പക്ഷെ എല്ലാം ഇച്ചിരി ഉള്ളായിരുന്നു. ചിലപ്പോൾ അത് വളരെയായിരിക്കും ഇല്ലയോ? ആ കണ്ടില്ല പൊന്നാച്ചൻ. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നായിരുന്നെങ്കിൽ. ഇവരാരും കണ്ടില്ല കേട്ടോ. ചേച്ചി കരടിയെ കണ്ടോ? പറഞ്ഞേ ചേച്ചി, നമ്മുടെ കരടിയെ കണ്ടോ? കരടി കണ്ടായിരുന്നു. കുഞ്ഞു ചടി കൊള്ളായിരുന്നു. അതൊന്നും ചടി വാങ്ങുമോ? നീർനായ നമ്മൾ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ജസ്റ്റ് മിസ്സിന് എസ്കേപ്പ് ആയിട്ടുണ്ട് നമ്മളെ കണ്ടുകൊണ്ട്. ഇവിടെ അല്ല കേട്ടോ, ഒരു 6-ലാണ് കണ്ടത്. വേറെ ഉണ്ടോ അവിടെ ഗൈസ്? വേറെ കരടി വന്നിട്ടുണ്ടോ അവിടെ? 2 എണ്ണം. അയ്യോ 2 വരുന്നോ പോകുന്നു. യാരി യാരി യാരി. ഇങ്ങോട്ട് നോക്കിയായിരുന്നെങ്കിൽ. എന്തോ പിന്നെ അത് പിന്നെ ആശാൻ ഇങ്ങോട്ട് വരുവാന്നോ? ഇപ്പുറത്ത് ചാടി എടുത്ത് അപ്പുറം ചാടിക്കണം കേട്ടോ കേട്ടോ. ഗൈസ് അവിടെ നമ്മൾ കരടിയെ കണ്ടിട്ട് ഇവിടെ മറ്റേ അരയന്നം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എടേ ഇവിടെ മറ്റേ ഇതുണ്ടെന്ന് തോന്നുന്നു, അരയന്നോ. സമയം പൊന്നാ ഇവനവിടെ നിൽക്കുക. ഇങ്ങനെ കൊണ്ട് പോകുന്ന കാര്യമാണ്. പിടിച്ചോണേ, പുലിയുടെ കൂട്ടിലോട്ടൊക്കെ ഓടി കയറുവേ. ഇതെന്ത് സംഭവം? ഏതാണ്ട് സംഭവം സിംഹമാണോ? ഒരു വാലും എന്തോന്നും കിടക്കുമല്ലേ ഇത്? എനിക്ക് എന്ത് തോന്നലാണോ? ഇതുകൊണ്ട് മേളി ഏതാണ്ട് വാലും സിംഹം കേട്ടോ ആണ്. വാലെന്നത് അവിടെ പോയി എന്തായാലും കാണാമല്ലോ അല്ലേ? എൻ്റെ കൂടെ വന്ന സിംഹമാണെന്ന് തോന്നുന്നത്.
ഇതിനകത്ത് നേരത്തെ കുറേ അരയന്നങ്ങളുണ്ടാകും, പക്ഷേ അതിനെ ഷൂട്ട് ചെയ്യാൻ നേരത്തെ അതിങ്ങനെ നീന്തി വേറെ സ്ഥലത്തോട്ട് പോയി, അതുകൊണ്ട് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അയ്യവാ സിംഹമാണത്. കാണാൻ പറ്റുന്നില്ലല്ലോ. സിംഹം എന്തോ ആണ് അവിടെ കിടക്കുന്നത്, പക്ഷെ എന്ത് ചെയ്യാം, കാണാൻ പറ്റില്ല. സിംഹത്തിനെ കണ്ടില്ലേ? ബാ, സിംഹത്തിനെ കണ്ടില്ല പിള്ളേർ. ഇത് അവിടെ കിടപ്പുണ്ടോ, പക്ഷേ പകുതി ഭാഗം അപ്പുറം സൈഡിലോട്ടാ. കണ്ടോ? ആ വാലൊക്കെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, പക്ഷേ കണ്ടില്ലേ? ഇത് ഈ കല്ലുപോലെ സംഭവം കണ്ടോ? ഇത് അവിടെ കിടക്കുന്ന സിംഹമാ. ഇത് കണ്ടോ? സിംഹത്തിൻ്റെ വാലാണ് കണ്ടോ? പക്ഷേ ഈ തലയൊക്കെ ആ സൈഡിലോട്ട് കിടക്കുക. കണ്ടോ? ശ്വാസം പെടുന്ന അറിയാൻ പറ്റുന്നുണ്ട്. കണ്ടോ? കണ്ടോ? പൊന്നാ വാടാ. എന്നാ വാ. അതിലല്ലേ നമ്മളിപ്പം പോയേ, പക്ഷെ അവിടെ നിന്നല്ലേ വന്നേ, ഇങ്ങനെ പോവാം. അപ്പം ഞങ്ങൾ സിംഹത്തിൻ്റെ തല കണ്ടില്ല ഗൈസ്, സിംഹത്തിൻ്റെ കുണ്ടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ? എന്ത് ചെയ്യാൻ. ഇവിടെ അപ്പുറത്ത് ക്യാൻറ്റീനൊക്കെ ഉണ്ടേ, നമ്മളിവിടെ കറങ്ങി അങ്ങനെ മേളോട്ട് ചെല്ലുമ്പോൾ അത് ക്യാൻറ്റീനൊക്കെയാ. അത് തന്നെ, അത് ഇങ്ങനെ ഈ വഴിയാണ് പോകുന്നത്, ഇതുവഴിയല്ല. ചാടിപ്പോയെന്തിനാ, നമ്മൾ കാണാൻ വന്നല്ലേ, അങ്ങനെ പൊക്കൂടാ. ഇവിടുത്തെ റൂള് നമ്മൾ അനുസരിക്കണം, മനസ്സിലായോ? ഏതാ ഒട്ടകപ്പക്ഷിയല്ല ഇത്, മറ്റേ എന്തുവാ നിൻ്റെ പേര്? ഉറങ്ങുവാണോ? സോംബി. ഇപ്പോഴാ കണ്ണടി സൗണ്ട് കേട്ടോ. ബുള്ളറ്റ് സ്റ്റാർട്ടാകുന്ന സൗണ്ട്. എന്തോ പറഞ്ഞത്? എന്തോ അത് ആ കൂട്ടിനകത്തുണ്ട്. അങ്ങോട്ട് പോകാം, വേറെ നോക്കാം. പക്ഷെ ഇതിനകത്തേ നേരത്തെ ഈ അരയന്ന എന്ന് പറയുന്ന സംഭവം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇല്ല. ഹിപ്പോപ്പൊട്ടാമസ്, ജിറാഫൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെയാണ്. സിംഹം കൈകളും ചില്ലുകളും വീഴാൻ സാധ്യതയുള്ള സന്ദർശകർ മരങ്ങളുടെ ചുവട്ടിലൂടെ പോകാൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ എവിടെ പോകാനാണ്? ഇതിലേക്കൂടെ, ഇതിൻ്റെ ചുവട്ടിലൂടെ അല്ല, ഇതിലേക്കൂടെ പോകാൻ പറ്റും. ഉസൈൻ ബോൾട്ട്. ഓ, ഹിപ്പോപ്പൊട്ടാമസ്. പൊന്നെ ഇത് കണ്ടോ? താണ്ടേ അവനെ പിടിച്ചു കൊടുക്കുക.
വേണ്ട ഇതിനെ പിടിച്ചു പോ പോ. ഈ 2-3 ദിവസത്തിന് മുന്നേ ഒരു ന്യൂസ് കണ്ടായിരുന്നു ഒക്കെ. ഈ ഒരു മൃഗ ഡോക്ടർ ഇതുപോലെ ഹിപ്പോപ്പൊട്ടാമസിനെ പരിചരിക്കാൻ അവർ ഡെയിലി കയറി അവർ ഡെയിലി അവനെ ശുശ്രൂഷിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആക്രമണത്തിൽ മരിച്ചുപോയി. 32 28 അത്രയും കണ്ട് പ്രായമുള്ള ഡോക്ടറിന്, ഒരു ലേഡി ഡോക്ടറാണ്. 28 32 എന്തോ വയസ്സിൻ്റെ ഉള്ളൂ. ഇവന്മാർക്ക് കുളിക്കാൻ വേണ്ടി ഈ വെള്ളം അടിച്ചിടുന്നു. ആ വെള്ളത്തിന് ഓസിന് വന്ന് കുളിക്കുന്ന ടീമാണിത്. ഉണ്ടോ? പോയി കഴിക്കുന്നു. പുല്ലിപ്പൂ ക്യാബേജാണോ വേറെന്തോ സംഭവം. പ്രത്യേകം വീർക്കുന്നതാണോ അതോ ഉണ്ടോ?